ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പം ഞാനും നന്ദുമോളും ഇന്ന് ഒരു ഉദ്ഘാടന ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഞങ്ങളെ മണ്ണൂർ വളവിൽ ഒരു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനമാണെന്ന്. ശ്വേത മേനോനാണ് കേട്ടോ വരുന്നത്, സിനിമാ നടി. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 11 മണിക്ക് വരും. അപ്പോൾ ഇപ്പോൾ 10:30 ആവാനായി. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നിന്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നൽകുന്ന എല്ലാത്തരം ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സും നിങ്ങളിലേക്ക് ഏറ്റവും പ്രീമിയമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ആൻഡ് ഓൾസോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതൊരു സാധാരണക്കാർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ. അതായത് നമുക്കറിയാം, ഇന്ന് ബ്യൂട്ടി ഇൻഡസ്ട്രി അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്വന്തം സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും എല്ലാത്തരം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു കാലഘട്ടത്തിൽ അത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് SM മേക്കോവേഴ്സ് ഇത്തരത്തിലൊരു സംരംഭവുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SM മീൻസ് സുനിഷ ആൻഡ് നിതിൻ. സുനിഷയുടെയും നിതിന്റെയും ഒരു വലിയ സ്വപ്നമാണ് ഇന്നിവിടെ. ആ ഒരു ബോക്സ് സ്റ്റേജിലേക്ക് വരുന്നതിന് ടെൻഷൻ ആവണ്ട, നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് വന്നിട്ട് അത് കളക്ട് ചെയ്യും. ഇരുന്നിരുന്ന് കസേര പോകാനാക്കണ്ട കേട്ടോ. അത്യാവശ്യം കുറച്ച് കസേരകളെ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അവിടെ കിട്ടിയ ആളുകൾ കസേര കളയണ്ട. പിന്നെ മറ്റൊരു കാര്യം, ആർക്കെങ്കിലും വയ്യാതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ. ഹിന്ദിയിലടക്കം നിരവധി ചിത്രങ്ങളാണ് ശ്വേത ചേച്ചി നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ആസ് എ ഡാൻസർ, ആസ് എ ഹോസ്റ്റ്, ടിവി ആങ്കർ, അങ്ങനെ എല്ലാത്തിലും ഡബിംഗ് ആർട്ടിസ്റ്റ് ആയാലും എല്ലാ രീതിയിലും നമുക്ക് എല്ലാവർക്കും ഏറെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ശ്വേത മേനൻ എന്ന് പറയുന്നത്. മാത്രമല്ല നിരവധി അവാർഡ്സ്, കേരള സ്റ്റേറ്റ് അവാർഡ് അടക്കം, സൈമയുടെ അവാർഡ്സ് അടക്കം, ഏഷ്യാനെറ്റ് അവാർഡ്സ് അടക്കം ഇന്ന് നിലവിലുള്ള എല്ലാവിധ അവാർഡ്സും കരസ്ഥമാക്കിയ ഒരു താരം കൂടിയാണ് ശ്വേത മേനൻ. സോ എല്ലാത്തരം സ്കിൻ ട്രീറ്റ്മെന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഹൈഡ്രാ ഫേഷ്യൽ മുതൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേഷ്യൽസ് ഇവിടെ അവൈലബിൾ ആണ്. അത് ഡീറ്റാൻ ആയാലും ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രൂട്ട് ഫേഷ്യൽസ് ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഹെയർ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ബൊട്ടോക്സ് ആയാലും കെരാറ്റിൻ ആയാലും തുടങ്ങി സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ് തുടങ്ങി എല്ലാത്തരം ഹെയർ ട്രീറ്റ്മെന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ പെഡിക്യൂർ, മെനിക്യൂർ, ഹെയർ കട്ട് തുടങ്ങി ലേഡീസിനും കിഡ്സിനും എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണോ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം തന്നെ ഇവിടെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന സന്തോഷം അറിയിക്കുന്നു. നെയിൽ ആർട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടാണ്. സോ നെയിൽ ആർട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ നിന്നും ആർട്ടിസ്റ്റുകൾ ചെയ്ത് നൽകുകയാണ്. ആൻഡ് മറ്റ് സലൂണുകളിൽ കാണാത്തൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ
ഞങ്ങൾ ഇവിടെ വെച്ച് നൽകുകയാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൈയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൈ മാത്രമല്ല ബോഡി മൊത്തം തന്നെ വിവിധ തരത്തിലുള്ള ടാറ്റോസ് ഒക്കെ കാണുന്ന ഒരു സമയമാണ്. സോ അത്തരത്തിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡിസൈൻ ടാറ്റോ ആണോ വേണ്ടത് അത് നിങ്ങൾ ഇവിടെ സജഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ചെയ്തു നൽകുന്നതായിരിക്കും എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. അതായത് ലേഡീസ് ായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഭാവിയിൽ യൂണിസെക്സ് സലൂൺ തന്നെ ഓപ്പൺ ആക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടി SM മേക്ക്-ഓവേഴ്സിനുണ്ട്. ആൻഡ് ഓൾസോ ബ്രൈഡൽ മേക്കപ്പിന്റെ കാര്യം എടുത്ത് നോക്കുകയാണ്. വേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം, സ്വാഗതം ചെയ്യാം. ഒരുപാട് വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രിയ നായിക വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. നാദിറ മെഹറിൻ സ്വന്തം നിലപാടിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പ്രിയ താരം നാദിറ മെഹറിൻ ഇതാ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നാദിറയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് നാദിറയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ലേഡി തന്നെയാണ് നാദിറ മെഹറിൻ എന്ന് പറയുന്നത്. വെരി ഗോർജിയസ് നാദിറ മെഹറിൻ നല്ലൊരു കൈ നൽകിക്കൊണ്ട് നാദിറ മെഹറിന്റെ ഈ ഒരു വേദിയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. വാം വെൽക്കം. ഒരുപാട് സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹാപ്പി ടു സീ യു ഹിയർ. അങ്ങനെ നമ്മുടെ ഫറൂഖ് എത്തിച്ചേർന്നിരിക്കുകയാണ്. തിരുവനന്തപുരംകാരിയാണല്ലേ. തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ ഉദ്ഘാടനത്തിനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ വാദോരാതെ ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരുപാട് വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു നായികയാണ് നാദിറ എന്ന് പറയുന്നത്. നിതിൻ ചേട്ടൻ ബൊക്കെ നൽകുകയാണ്. Where is my സുമിഷ? Where are you? സുമിഷ ഒന്ന് വേദിയിലേക്ക് വരുമോ? നിതിൻ ആൻഡ് സുമിഷ, നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഇനോഗ്രേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക? സുമിഷ, ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഒരുപാട് സന്തോഷത്തോടെ സുമിഷയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ നാദിറയുടെ അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുക. ദിസ് ഇസ് SN മേക്ക്-ഓവർ. സുമിഷയും നിതിനും രണ്ടുപേരും ചേർന്നാണ് ഇത്തരത്തിലൊരു സംരംഭം പ്രിയപ്പെട്ട നാട്ടിലേക്ക് നൽകുന്നത്. ആൻഡ് ഒരുപാട് പ്രത്യേകതയുള്ള, അതായത് പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള സലൂൺ സർവീസസ് ആണ് നമ്മൾ ഇവിടെ വെച്ച് നൽകുന്നത്. ആൻഡ് സുമിഷയുടെയും നിതിന്റെയും കൊച്ചു മകള് കൂടി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആളുടെ പേര് ഞാൻ വിട്ടുപോയി, എന്താണ്? രുദ്ര. അപ്പൊ രുദ്ര മോളും കൂടി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാദിറ മെഹറിന് എന്താണ് നമ്മോട് പറയാനുള്ളത്? നമ്മൾ ഫറൂഖുകാരോട്, കോഴിക്കോട്ടുകാരോട് എന്താണ് നാദിറക്ക് പറയാനുള്ളത് എന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. നാദിറ, ആർ യു റെഡി? ഇവരോട് ഹായ് പറയാൻ റെഡി അല്ലേ? ഓക്കെ, ഒരു ചെറിയ റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഒരു റിക്വസ്റ്റ് ആയിട്ട് മാത്രം കാണാം. സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈ നൽകിക്കൊണ്ട് നാദിറ മെഹറിനെ നിങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓവർ ടു യു. ഹലോ കോഴിക്കോട്, ഹായ് ഹായ് നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോടിലേക്ക് ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം അതെടുത്തു പറയേണ്ടത് ഇവിടുത്തെ മനുഷ്യരെ പറ്റിയാണ് അല്ലേ. നിങ്ങളുടെ എവിടെ പോയാലും നിങ്ങൾ നമ്മളെ കണ്ട് ചിരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യാറുണ്ട്, വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട്. പലപ്പോഴും ഭയങ്കര സന്തോഷമാണ് കോഴിക്കോടിന്റെ ഒരു ഭാഗമായിട്ട്. പ്രത്യേകിച്ച് ഈ പരിസരത്തൊക്കെ ഞാൻ പലവട്ടം യാത്ര ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് മണ്ണൂർ വളവില്. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ചധികം ആൾക്കാർ എനിക്ക് ഇൻസ്റ്റയിൽ കൂടെ മെസ്സേജ് അയച്ചിരുന്നു, വരുന്നുണ്ട്, കാണാനായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഭയങ്കര അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ 2 വർഷം കഴിഞ്ഞു ആഫ്റ്റർ ബിഗ് ബോസ് ഒക്കെ നടന്നിട്ട്. എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ നിരന്തരം എന്നെ ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കുന്നതിൽ ഒത്തിരി സന്തോഷം. മാത്രമല്ല ഇപ്പം ഒരു പ്രത്യേകിച്ച് വിശേഷം പറയാനുള്ളത്, ഞാൻ ഭാഗമായ ഒരു സിനിമ ഈ പറഞ്ഞ 10-ാം തീയതി നിങ്ങളുടെ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. മരണമാസം എന്നുള്ള നമ്മുടെ ടോവിനോ പ്രൊഡ്യൂസ് ചെയ്ത ബേസിൽ നായകനാകുന്ന സിനിമ. അപ്പൊ ആ സിനിമയിൽ നിങ്ങൾ കാണുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ എന്തായാലും ഇത് മാത്രമല്ല, ഞാൻ ഇപ്പൊ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഏറ്റെടുത്തു എന്ന് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും എടുത്തു പറയേണ്ടത് ഇവരെ പറ്റിയാണ് അല്ലേ. എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തിയതിൽ മേക്കപ്പ് ചെയ്ത ആളാണ് ചേച്ചി. അപ്പൊ ചേച്ചിയും ചേട്ടനൊക്കെ തന്നെ വലിയൊരു കുടുംബം പോലെ നമ്മൾ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ്. പ്രത്യേകിച്ച് നിതിൻ ചേട്ടൻ ഇതിന്റെ ഓരോ മാറ്റവും എന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, അറിയിക്കാറുണ്ട്. അപ്പം ഇതൊരു വളരെ കുട്ടിയായിരിക്കുന്ന സമയം തൊട്ട് തന്നെ ഈ SN മേക്ക്-ഓവേഴ്സിനെ പറ്റി വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്തായാലും SN മേക്ക്-ഓവേഴ്സ് ഒരു വലിയ തുടക്കമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊരു വലിയ വിജയമായിട്ട് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ പരിസരത്തുള്ള മണ്ണൂർ വളവിലുള്ള ആളുകളൊക്കെ തന്നെ ഉറപ്പായിട്ടും, ഇവിടെ മാത്രമല്ല ഫറൂഖ് സലൂണിന്റെ സർവീസ് ഒക്കെ എടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ വേണം. പ്രത്യേകിച്ച് യുവ സംരംഭരായ 2 പേരാണ് എനിക്ക് ഒപ്പം നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ വേണം. അപ്പൊ എന്തായാലും SN മേക്ക്-ഓവേഴ്സിനും നിതിൻ വൈഫിനും ഒക്കെ തന്നെ എല്ലാവിധ ആശംസകളും. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ശ്വേത മാമിന് വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും മാം ഇപ്പം എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും
നമുക്ക് വലിയ ഗ്രാൻഡായിട്ട് തന്നെ ഇനാഗുറേഷൻ കടന്നു പോകാം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് നാദറ മെഹ്റ. നല്ലൊരു കൈഡി കൊടുത്തേ. ഓൾ ഓഫ് യു ടുഗദർ പ്ലീസ്, ഓൾ ഓഫ് യു. യെസ്, അപ്പോൾ നമ്മുടെ സ്കിൻ ട്രീറ്റ്മെന്റ് സെക്ഷന്റെ ഉദ്ഘാടനമാണ് നാദറ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓവറോൾ സലൂണിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയ താരം ശ്വേത മേനനാണ്. എല്ലാവരെയും കൂടി ഒരു ഫ്രെയിമിൽ ഇപ്പൊ ശ്വേത ചേച്ചി വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് കുറെ നേരം നോക്കി നിൽക്കണ്ടേ? അപ്പൊ അത് ബുദ്ധിമുട്ടല്ലേ? നിൽക്കാൻ സ്ഥലമില്ല. അങ്ങനെ നമുക്ക് ഉള്ള സ്ഥലത്ത് ഒപ്പിക്കുക. നമ്മൾ അങ്ങനെയല്ലേ? 5 കൊണ്ട് 5000 ആൾക്കാരെ കൂട്ടിയ ആൾക്കാരൊക്കെ ഇവിടെ ഇല്ലേ? എങ്ങനെ ക്രിസ്തുവിന്റെ നാട്ടിലല്ലേ? ഓക്കെ, ഒരുപാട് സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. താഴേക്ക് പോയിട്ട് നോ ടൈം നമ്മുടെ പ്രിയ താരം ശ്വേത മേനൻ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ്. സോ ബിഫോർ ദാറ്റ് നാദറയുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് 5000 രൂപ ക്യാഷ് പ്രൈസ് ലക്കി ഡ്രോയിലൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഈ കൂട്ടത്തിൽ ആർക്കാണ് എന്ന് നമ്മൾ അറിയാൻ വേണ്ടി പോകുവാണ്. സോ അത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ കൂപ്പൺ പൂരിപ്പിച്ച് നിക്ഷേപിക്കണം. കൂപ്പൺ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? നേരത്തെ ഒന്ന് കിട്ടിയില്ലേ? നൗഷാദ് ഖാൻ ഒന്ന് അവിടെയൊക്കെ കുറച്ച് കൂപ്പൺ കൊടുക്കും. കഴിഞ്ഞോ? ഭാഗ്യമില്ല. ഇത്രയും നേരത്തെ വന്നിട്ട് കൂപ്പൺ വാങ്ങണ്ടേ? ഞാൻ എത്ര തവണ പറഞ്ഞെന്നോ കൂപ്പൺ വാങ്ങണേ, പൂരിപ്പിക്കണേ, നിക്ഷേപിക്കണേ എന്നൊക്കെ ഒരുപാട് എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും ക്യാമറമാനോട് എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. എല്ലാവരും എന്നോട് മാറി നിൽക്കുക. നാദറേണ മതി, നാദറേണ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സങ്കടമുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ അതായത് എന്നോട് മാറി നിൽക്കുക, നിങ്ങളെ കാണുന്നില്ലാന്ന്. അങ്ങനെ അല്ലാണ്ട് നിങ്ങൾ പോണമെന്നല്ല കേട്ടോ. ഓക്കെ, എനിവേ ഏതാ എന്റെ വള്ള കുടുങ്ങി. ഈശ്വര, ഇത് തിരിച്ചു വരും. ഓക്കെ, ആളുകളുടെ മാത്രമല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാ പ്രിയപ്പെട്ട ആളുകളുടെയും മനം കവർന്ന പ്രിയ താരം ശ്വേത മേനൻ ഇതാ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. പ്ലീസ് എല്ലാവരും ചേർന്നൊരു ഗംഭീര കൈയ്യടി നൽകിക്കൊണ്ട് വേദിയിലേക്ക് ഞങ്ങളെ ഏറെ സ്നേഹത്തോടെ ശ്വേത മേനനെ ഈ ഒരു വേദിയിലേക്ക് സഹർഷം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഐ തിങ്ക് കാർ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുവരാം. എന്തിനാണ് വെയിലത്ത് നിർത്തുന്നത്? കുറച്ചും കൂടി അടുത്തേക്ക് കാർ കൊണ്ടുവരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാവരും ചേർന്ന് അടിപൊളി കൈയ്യടി കൊടുക്കാം. പ്ലീസ് ഓൾ ഓഫ് യു. എവിടെ നമ്മുടെ ഫെറൂഖുകാരുടെ സ്നേഹം എവിടെ? എല്ലാവരും ചേർന്ന് അടിപൊളി കൈയ്യടി നൽകാം. മണ്ണൂർ വളവിലിതാ നമ്മുടെ പ്രിയപ്പെട്ട താരം ശ്വേത മേനൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിരവധി സിനിമകളിലൂടെ നമ്മുടെ മനം കവർന്ന പ്രിയ താരം ശ്വേത മേനൻ ഇതാ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ബ്യൂട്ടിഫുൾ സോൾ. ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ ശ്വേത മേനോനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡിയർ ക്യാമറ ടീം, ശ്വേത ചേച്ചിക്ക് വരാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ചെയ്ത് നൽകാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. പ്ലീസ് ടേക്ക് കെയർ ഓൾ ഓഫ് യു. യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ പ്രിയ താരം ശ്വേത മേനൻ ഇതാ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ശ്വേത ചേച്ചി ആസ് ഓൾവേസ് യു ലുക്ക് ഗോർജിയസ്. ഓ മൈ ഗോഡ്, എന്താ ഒരു നക്ഷത്രം തിളങ്ങി നിൽക്കുന്നത് പോലെ ഇതാ നമ്മളിലേക്ക് ശ്വേത ചേച്ചി വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ ശ്വേത ചേച്ചിയെ ഞങ്ങൾ ഇതാ ഈ ഒരു വേദിയിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓപ്പർച്യൂണിറ്റി ലഭിച്ച ഒരു ആങ്കർ കൂടിയാണ്. ഓക്കെ, അപ്പോ ശ്വേത ചേച്ചിയോടായിട്ട് നമ്മൾ ആദ്യം തന്നെ 1-2 കാര്യങ്ങൾ പറയാണ്. SN മേക്ക് ഓവറിന്റെ ഉദ്ഘാടനം എന്നിവ ശ്വേത ചേച്ചി നിർവഹിക്കാൻ വേണ്ടി പോകുന്നു. ആൻഡ് ഓൾസോ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരാൾക്ക് 5000 രൂപയുടെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലക്കി ഡ്രോ നമ്മൾ ഒരു കാര്യം ചോദിക്കട്ടെ, ലക്കി ഡ്രോ ആദ്യം വേണോ ശ്വേത ചേച്ചി ആദ്യം സംസാരിക്കണോ? എന്താ വേണ്ടേ? ഞാൻ 2 ഓപ്ഷൻ തരാം. ലക്കി ഡ്രോ വേണോ എന്നെങ്കിൽ കൈയടിക്കണം. ശ്വേത ചേച്ചി സംസാരിക്കണം എന്നാണെങ്കിൽ കൈയടിക്കണം. ലക്കി ഡ്രോ വേണോ? വേണ്ട. ശ്വേത ചേച്ചി സംസാരിക്കണോ? ഇതിപ്പോ രണ്ടും ഏകദേശം ഒരേപോലെയാണല്ലോ. ശ്വേത ചേച്ചി സംസാരിക്കണോ ആദ്യം? നല്ല കൂവൽ വന്നേ നോക്കട്ടെ. വാട്ട് ഇസ് ദിസ് റാൻഡം? 5000 രൂപ വേണോ? ശ്വേത ചേച്ചിനെ വേണം. എന്താ വേണ്ടേ? ശ്വേത ചേച്ചിന്റെ മതി. ഇത് കൈ ചൂണ്ടിട്ട് ശ്വേത ചേച്ചിന്റെ മതിയെന്ന്. ഓക്കെ, എനിവേ സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് SN മേക്ക് ഓവേഴ്സിന്റെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായിട്ട് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വെരി ഗോർജിയസ് ശ്വേത മേനനെ സ്വാഗതം ചെയ്യുകയാണ്. ഓവർ ടു യു ശ്വേത ചേച്ചി. നൈസ് മീറ്റിംഗ് യു വൺസ് അഗൈൻ. എന്തൊക്കെയാ വിശേഷങ്ങൾ? ഹായ് 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 ഹായ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ സ്വന്തം നാട്ടില് വരാൻ പറ്റിയത് കോഴിക്കോട് ഫറൂഖ് ഈ ഭാഗത്ത് തന്നെയാണ് ഞാൻ എൻ്റെ സിനിമ ജീവിതം തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അല്ലെ ഫറൂഖ് ഈ ഒരു ഭാഗം, ഈ ഒരു പ്രദേശം ഭയങ്കര എനിക്കൊരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. സോ ഐ എം ഫീലിംഗ് വെരി വെരി ഹാപ്പി. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നിതിൻ എൻ്റെ ഒരു ആഡിന്റെ എഡിറ്റ് ചെയ്ത് അന്ന് ഒരു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നമ്പർ എടുത്ത് ഈ ഒരു സംരംഭം ഇങ്ങനെ തുടങ്ങാൻ പോവാണ്. സുമീഷാന്റെ ഒരു എന്താ പറയുക, ഒരു വിഷൻ ഉണ്ട്, ഒരു ഡ്രീം ഉണ്ട് ഇങ്ങനെയൊക്കെ തുടങ്ങാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആൻഡ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ കാലഘട്ടത്തില് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ബ്യൂട്ടി പാർലറിൽ പോകാറുള്ളൂ. ഇന്നാണെങ്കിൽ
ആണുങ്ങളും പോവാറുണ്ട്. എല്ലാവരും ഐ തിങ്ക് ബ്യൂട്ടി ഭയങ്കര ഒരാളുടെ ജീവിതത്തിലെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീലിംഗ്, ഒരു ഇമോഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജി, ഭയങ്കര അഡ്വാൻസ്ഡ് ആയ സാധനങ്ങളാണ് ഇവർ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഒരാള് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട് അതിന് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും സുമേഷും നിതിനും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. അതിന് വലിയൊരു കൈയടി, നിങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി ഒരു വലിയൊരു കൈയടി വേണം. അപ്പോൾ എന്തായാലും അതിന് ഐ എം വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്, ഗുഡ് ലക്ക്. ആൻഡ് പിന്നെന്താ സന്തോഷം അല്ലേ? ഓൾറെഡി പറയായിരുന്നു ശ്വേത ചേച്ചിയുടെ വിശേഷങ്ങൾ മൊത്തം ഞാൻ ഉള്ള ഗൂഗിൾ മൊത്തം നോക്കി പഠിച്ച് ബൈഹാർട്ടാക്കി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഫുൾ സ്റ്റാർട്ടിങ് ഹിസ്റ്ററി മുതൽ ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ശ്വേത ചേച്ചി വന്നു കഴിഞ്ഞാൽ എന്ത് പറയുമോ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. എനിവേ നമുക്ക് ലക്കി ഡ്രോ എടുക്കാം. ഓക്കെ, ആദ്യമായിട്ടാണ് ഞാൻ നാദിരനെ കാണുന്നത്. നാദിര, നൈസ് മീറ്റിംഗ് യു. ഒരുപാട് സന്തോഷം നാദിരയുടെ കൂടെ ഈ ഒരു വേദി എനിക്ക് എന്താ പറയാ ഒരു നല്ലൊരു സാധനത്തിനല്ലേ നമ്മൾ പങ്കെടുക്കുന്നത്. സോ ഗ്ലാഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാണ്. ഓൾറെഡി നല്ലൊരു ട്രീറ്റ് ശ്വേത ചേച്ചിനെ കണ്ട ഉടൻ തന്നെ നിങ്ങൾ എല്ലാവരുടെയും മുഖത്ത് വന്ന ആ ഒരു പുഞ്ചിരിയിൽ നിന്നും ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റി എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങൾ എന്ന്. ഇനി അടുത്തതായിട്ട് നമ്മൾ ലക്കി ഡ്രോയിലേക്ക് കടക്കുകയാണ്. ആ ബോക്സ് ഒന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാമോ നൗഷാദ് ഖാൻ? ഇദ്ദേഹമാണ് കേട്ടോ നമ്മുടെ ഇവന്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. നൗഷാദ് ഖാൻ, ഒരു സ്റ്റൂൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അല്ലെ പൊക്കി കയ്യിൽ വെച്ചാൽ മതിയോ? എങ്ങനെയാണ്? ഓക്കെ, അല്ലെ ഇങ്ങനെ പിടിക്കാം അല്ലേ നിതിൻ ചേട്ടാ? നമുക്കൊന്ന് തുറക്കാൻ പോവാണ്. ഓക്കെ, ശ്വേത ചേച്ചിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നാദിരയുടെ സാന്നിധ്യത്തിൽ ശ്വേത ചേച്ചി എടുക്കും. ഒന്ന് മാത്രമേ എടുക്കാവൂ. 5000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ക്യാഷ് എവിടെ? ക്യാഷ് എവിടെ? അതാണ് നമുക്ക് ആദ്യം ഇവിടെ. ക്യാഷ് ആരുടെ കയ്യിലാണ്? കാർഡാണോ? അല്ല, ക്യാഷ് അല്ലേ? കൂപ്പണാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലൊക്കം ക്യാഷ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്യാഷും കൈയോടെ നമ്മൾ കൈമാറുന്നതാണ് അല്ലേ? ഓക്കെ, ക്യാഷ് കാർഡും ഉണ്ട്. നമ്മൾ ക്യാഷും കൈയോടെ നമ്മൾ കൈമാറും. എല്ലാവർക്കും വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചോളൂ. 5000 രൂപ ആർക്കാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മളിതാ അറിയാൻ വേണ്ടി പോവാണ്. ശ്വേത ചേച്ചി നല്ലോണം ഇട്ടൊന്ന് ഷഫിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യമായിട്ടാ ബ്യൂട്ടി പാർലറിൽ വന്നിട്ട് കാശ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. സത്യം, ഞാനത് ഓൾറെഡി ഇതിനോട് പറഞ്ഞില്ലേ? ശ്വേത ചേച്ചി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ട് പറഞ്ഞു കഴിഞ്ഞു. സുയേഷ്, അപ്പൊ ഭാഗ്യശാലി എന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ശ്വേത ചേച്ചി തന്നെ വായിച്ചോളൂ. KP മനോഹരൻ. KP മനോഹരൻ ഇവിടെയുണ്ടോ? മനോഹരൻ ചേട്ടാ, അടിച്ചു പോനെ. ഇത്രയും സുന്ദരികൾ ഇവിടെ ഉണ്ടായിട്ട് KP മനോഹരൻ ചേട്ടനാണല്ലോ അടിച്ചത്. ചേട്ടൻ സുന്ദരനല്ല എന്നല്ല കേട്ടോ. ചേട്ടൻ ഒരുപാട് സന്തോഷത്തോടെ KP മനോഹരൻ ചേട്ടനെ ഞങ്ങളെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. വരുന്നതിന് തൊട്ട് മുന്നേ, ഉറപ്പിക്കുന്നതിന് മുന്നേ നമ്പർ ഒന്ന് പറയണോ? ഒന്ന് നമ്പർ പറയൂ. പറഞ്ഞോളൂ. അതെ അതെ അതെ, ശരിയാണ്, വളരെ ശരിയാണ്. വേദിയിലേക്ക് അങ്ങനെ നമ്മുടെ ഭാഗ്യശാലിയെ വേദിയിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത്രയും സുന്ദരിമാരുടെ ഇടയിൽ നിന്നും ഒരു സുന്ദരൻ ഇതാ വേദിയിൽ വന്നിട്ട് ഈ ഒരു സമ്മാനം വാങ്ങാൻ വേണ്ടി പോവാണ്. ക്യാഷ് നമ്മൾ മുകളിൽ നിന്നാണ് കൊടുക്കുന്നത്. യെസ്, നമ്മൾ മുകളിൽ നിന്ന് അല്ല, കയ്യിലുണ്ടോ? ഓക്കെ, ഒന്ന് മുന്നോട്ടേക്ക് വരും. എല്ലാവരും ചേർന്നിതാ 5000 രൂപ നമ്മൾ കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് സർവീസസ് ഒക്കെ ചെയ്യാറുള്ളത്. ഇവിടെ നമ്മളിതാ നിങ്ങൾക്കായിട്ട് ഒരു ക്യാഷ് പ്രൈസ് നൽകുകയാണ്. 5000 KP മനോഹരൻ ചേട്ടനാണ് ഈ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ള. ചേട്ടാ, ഈ സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് ടെൻഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇത് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ട്. ഒന്ന് 2 വാക്ക് പറയാമോ? പറയില്ല ആളൊന്നും. ഓക്കെ, കുഴപ്പമില്ല. കാരണം ഈ ഒരു ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം പെട്ടെന്ന് സന്തോഷമേ ഉള്ളൂ. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ മതി, കൂടുതൽ പ്രസംഗം ഒന്നും വേണ്ട. സന്തോഷം. വെരി സ്വീറ്റ് ഓഫ് യു. താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ് ദാറ്റ്. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കാം. നിതിൻ ചേട്ടാ, സുമി ചേച്ചി, 2 പേരും ചേർന്ന് ആ ക്യാഷ് കൊടുത്തേ. യെസ്, 2 പേരും ചേർന്ന് നമ്മൾ ഓൾറെഡി പ്രതീകാത്മകമായിട്ട് നമ്മൾ ആ ചെക്ക് കൈമാറി. ഇനി ഇത് ക്യാഷ് എല്ലാവരും കാണുകയും തന്നെ കൊടുത്തോളൂ. 500ന്റെ പിണക്കണ നോട്ട് നമ്മളിതാ ഇവിടെ വെച്ച് കൈമാറുകയാണ്. 2 പേരും ചേർന്ന് നമ്മുടെ ശ്വേത ചേച്ചിയുടെയും നാദരയുടെയും സാന്നിധ്യത്തിൽ. പിന്നെ മറ്റൊരു കാര്യം, ഇനി 5000 രൂപയ്ക്ക് എല്ലാവരും ട്രീറ്റ് ചോദിക്കും. ഒറ്റ വിടലും ഇട്ടോട്ടാ, ഇനി ഭാഗത്ത് നിൽക്കരുത്, ഒറ്റ ഓട്ടം ഓടിക്കുള്ളൂ. അല്ല, എല്ലാവരും ട്രീറ്റ് ചോദിക്കും. സോ യെസ്, ഇനി അടുത്തത് എല്ലാവരും ഒന്ന് സൈഡിലേക്ക് തന്നെ.
കൈയ്യടി നൽകാം. ആൻഡ് നൗ അടുത്തത് ഈ വഴി ഒന്ന് റെഡിയാക്കി കൊടുത്തേ. നമുക്ക് മുകളിൽ പോകണ്ടേ, റിബൺ കട്ട് ചെയ്യണ്ടേ, ഉദ്ഘാടനം ചെയ്യണ്ടേ, എല്ലാം പ്രത്യേകം അറിയിക്കുന്നു. സോ യെസ്, റെഡി, നമ്മുടെ പ്രിയ താരങ്ങൾ റെഡിയാണ്. സോ യെസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് ഡു എൻജോയ്. യെസ്, എസ്എൻ മേക്കോവേഴ്സിന്റെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഇതാ ഈ വേദി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. സോ യെസ്, ഇനി അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രൂപ്പ് ട്രൈബ്സിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ ഈ വേദിയിൽ. സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. Okay, so yes, ladies and gentlemen, നല്ലൊരു കൈ നൽകാൻ ഞങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി എനിക്ക് എല്ലാവരുടെ സപ്പോർട്ടും മുഴുവൻ ആളുകൾക്കും ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ട്. So yes, ladies and gentlemen, അങ്ങനെ നമ്മുടെ പ്രിയ താരങ്ങൾ ശ്വേത മേനൻ ആൻഡ് ഓൾസോ നാദ്ര മെഹറിൻ രണ്ടുപേരും ചേർന്ന് ഇവിടെ എത്തി നമ്മുടെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഒരു വമ്പൻ സക്സസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഞങ്ങളെ നിങ്ങൾ ഇരു കൈയും
വിജയിച്ചു എന്നതിന്റെ തെളിവ്